സാന്ദ്രാനന്ദാവബോധാത്മകമനുപവിധങ്കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത് ബാധിതാക്ഷാത് ഗുരുവോരപുരേഹന്തവാക്യഞ്ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമന്നാരായണത്തിൽ 58-ാമത്തെ ദശകം കാട്ടുതീയെ നിന്ന് രക്ഷിച്ച കഥയാണ് പറയണത്. വൃത്തം മാലിനി എന്ന വൃത്തം. പശുക്കൾ വളരെ ദൂരം സഞ്ചരിച്ച് വളരെ ദാഹം വെള്ളം കുടിക്കാൻ വേണ്ടി ഉണ്ടായി. അത് കിട്ടാത്തതിനെ തുടർന്ന് അവർക്ക് വല്ലാത്ത ക്ഷീണവും വിഷമവും ദുഃഖവും ഉണ്ടായി. അനങ്ങാൻ പറ്റാത്ത രീതിയിൽ പ്രതിമ പോലെ നിന്നു, സ്തംഭിച്ചു. അതിനുശേഷമോ തദനുതക സഹായേർ ദൂരമന്വേഷ്യ ശൗരേ ഗളിതസരണി മുഞ്ചാരണ്യസഞ്ജാതഖേദം പശുകുലമഭിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാൻ ത്വൈഗതവധീഹി സർവദോഗ്നിർവിജൃംഭേ. വേഗം വാക്കുകൾ ഉച്ചരിക്കേണ്ട ഒരു വൃത്തമാണ്. തദനുതക സഹായേർ ദൂരമന്വേഷ്യ ശൗരേ. കണ്ടോ, മെല്ലെ ഉച്ചരിച്ചാൽ അത് കിട്ടില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഹേ ശൗരേ തദനു സഹായികളോടുകൂടി അങ്ങ് എന്ത് ചെയ്തു? പശുക്കളെ അന്വേഷിച്ചു. എവിടേക്കോ പോയിരിക്കുകയാണ്. വെറുതെ ഒരുത്തെത്തി, അവരെന്നെ അറിഞ്ഞിട്ടില്ല എവിടെ എത്തി എന്നൊക്കെ നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അന്വേഷിച്ച് ചെന്നിട്ട്, അന്വേഷ്യ ഒക്കെ സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ് ഈ അന്വേഷണം, മലയാളമൊന്നുമല്ല. അന്വേഷ്യ. ഗളിതസരണി മുഞ്ചാരണ്യ സഞ്ജാത ഖേദം. മുഞ്ചാടവി എന്ന് പറഞ്ഞിട്ടൊരു കാട്, അവിടെ ധാരാളം പുല്ലുകളുണ്ട്. മുഞ്ചാടവി. ആ മുഞ്ചാടവിയിൽ പശുക്കൾ വഴി തെറ്റി വല്ലാതെ ഉഴലാൻ തുടങ്ങി. വഴി തെറ്റിയുള്ള പരിഭ്രമം ഭയങ്കരമാണല്ലോ, വളരെ കൂടുതലാണ്. അപ്പം എങ്ങോട്ട് പോകണം, എവിടെയാണ് എത്തിയത്, ഇതൊക്കെ നിശ്ചയില്ലാതെ പശുക്കൾ പരിഭ്രാന്തരായി. വഴി തെറ്റിയെന്ന് അവർക്കറിയാം, വഴി ശരിക്കേതാണെന്ന് അറിയില്ല. അപ്പം എന്തുണ്ടായി? സഞ്ജാതഖേദം പശുകുലം അഭിവീക്ഷ്യ. പശുക്കളെ കണ്ടിട്ട് അഭിവീക്ഷ്യ. എങ്ങനത്തെ പശുക്കളെ? ഖേദത്തോടു കൂടിയ പശുക്കളെ. വിശേഷണമാണ്. സഞ്ജാതഖേദം പശുകുലം അഭിവീക്ഷ്യ. ദുഃഖിതരായ പശുക്കൂട്ടത്തെ കണ്ടിട്ട് ഭഗവാന് കാരുണ്യം ഉണ്ടായി. ക്ഷിപ്രം ആനേതും ത്വയി ആരാൻ ഗതവതി. അവരെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങ് പോയി. ഗതവതി പോയപ്പോൾ. സ്ത്രീലിംഗമല്ല കേട്ടോ ഗതവതി, അല്ലേ? സൗന്ദര്യവതി, ഗർഭവതി എന്നൊക്കെ പറയണ വതിയല്ല, അവിടെ വെർബാണ്. ഗതവതി പോയപ്പോൾ. ആരാത് പോയപ്പോൾ, കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ എന്തുണ്ടായി? സർവതഃ അഗ്നി ജജൃംഭേ. കാട്ടുതീ വന്നു. ചുറ്റും കാട്ടുതീ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും അന്തം വിട്ട് കരയാൻ തുടങ്ങി. ശരാഞ്ഞ് എന്താ ചെയ്യുക? ചുറ്റും തീയാണ്, എങ്ങോട്ടോടിയാലും തീയാ, പിന്നെന്താ ചെയ്യുക? തദനു സഹായർ ദൂരമന്വേഷ്യ ശൗരേ സംബോധന. അല്ലയോ ഭഗവാനെ, ആ പശുക്കളെ അന്വേഷിച്ച് അങ്ങനെ പോയി. മുഞ്ചാരണ്യം എന്ന് പറയുന്ന അടവി കാട്ടിലെത്തിയപ്പോൾ വഴി തെറ്റി ദുഃഖിതരായ പശുക്കളെ കണ്ടിട്ട് അവരെ കൊണ്ടുവരാൻ അങ്ങ് പോയി. പശുകുലം അഭിവീക്ഷ്യ ക്ഷിപ്രം ആനേതും ആരാത്. വേഗം അവരെ കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ ഗതവതി പോയപ്പോൾ ഹി സർവദോഗ്നി ജജൃംഭേ. അഗ്നി ആളി കത്തി പടർന്നു പിടിച്ചു. ജജൃംഭേ. ഹി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം വേണമെങ്കിലും കൊടുക്കാം. അയ്യോ, വല്ലാത്ത കഷ്ടം,
ബത എന്നൊക്കെ പറയണ പോലെ ഹി ഹി വല്ലാത്ത കഷ്ടാവസ്ഥ. സകലഹരിദിദീപ്തേ ഘോരഭാങ്കാര ഭീമേ ശിഖിനി വികിതമാർഗ അർദ്ധദഗ്ധ ഇവാർത്ത അഹഹ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണമുപഗതാസ്ത്വാം താപഹർത്താരമേകം. തീയിങ്ങോട്ട് പടർന്നു പിടിച്ചില്ലേ, സകലഹരിതി ദീപ്തേ കത്തിയപ്പോൾ എല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ആ കത്തൽ. ഘോര ഭാങ്കാര ഭീമേ, ഭാങ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദമാണ്. എന്നുള്ള ശബ്ദം എന്നല്ല ഉണ്ടാവുക അല്ലേ. തീ കത്തുമ്പോൾ ചിലത് പൊട്ടി ഒടിഞ്ഞ് ചാടുക, വല്ലാത്തൊരു ശബ്ദകോലാഹലത്തിന് ഭാങ്കാരം പേരിട്ടു, ഇത്രയേ ഉള്ളൂ. ഘോരഭാങ്കാര ഭീമേ വലിയ ഉണ്ടായപ്പോൾ ശിഖിനി വിഹിതമാർഗ അർദ്ധദഗ്ധ ഇവാർത്ത ചൂട്ടിട്ട് കന എന്തുപോലെയായി, പകുതി വെന്ത പോലെ ആയി. വെന്തിട്ടൊന്നുമില്ല, അതുപോലെ ആയി. ലാതെ ചൂടിങ്ങനെ അടുവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എണ്ണക്കാരോട് ചോദിച്ചാൽ അറിയാലേ, വേനൽക്കാലത്തെ തീൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തെ ഒരവസ്ഥ. തീ ഇങ്ങനെ കത്തണം, ഗ്യാസൊന്നും ആയാൽ പറ്റില്ല, തീ തന്നെ വേണം. അവിടെ നിൽക്കുമ്പോഴത്തെ ഒരവസ്ഥയുണ്ടല്ലോ, അതാണ് ഇവിടെ എന്ത് വന്ന അർദ്ധദഗ്ധ ഇവ ആർത്ത. അവർ വളരെയേറെ ദുഃഖിച്ചപ്പോൾ കൃഷ്ണ രക്ഷിക്കണേ, വേറൊരു പേര് വിളിക്കാൻ അവർക്കില്ല. അഹഹ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ, കോപന്മാരും പശുക്കളെല്ലാം കൃഷ്ണ 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 രക്ഷിക്കണേ ഇപ്രകാരം പറഞ്ഞു. താം ശരണമുപഗത, അങ്ങേ ശരണം പ്രാപിച്ചു. താപകർത്താരമേകം, ദുഃഖമില്ലാണ്ട് വെക്കാൻ ആർക്കേ സാധിക്കുള്ളൂ. ദുഃഖമില്ലാത്ത ആളൊക്കെ പറ്റൂ, അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ബാക്കി ആർക്കാ ദുഃഖമില്ലാത്ത. അതുകൊണ്ട് താപഹർത്താരനായിട്ടുള്ള അങ്ങയെ, താപത്തെ ഇല്ലാതാക്കുന്നതായിട്ടുള്ള അങ്ങയെ ശരണം ഉപഗത, ശരണം പ്രാപിച്ചു. അഹഹ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ, ഹലോ ജഗത് രക്ഷക, രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ, കാട്ടുതീയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് എല്ലാ ദുഃഖത്തിനും രക്ഷിക്കണ അങ്ങയെ വിളിച്ച് കരഞ്ഞു. ഭഗവാൻ അലമലമതിഭീത്യ സർവതോ മീലയധ്വം, എന്തിനാ എല്ലാവരും പേടിക്കണ, ഞാൻ ഇല്ലേ ഇവിടെ, എല്ലാവരും കണ്ണടച്ചോളിൻ. സർവതോ മീലയത്വം, മീലയ കണ്ണടയ്ക്കുക, പേടിയൊന്നും വേണ്ട. അലമലം അതിഭീത്യ, ഭഗവാൻ എന്ത് അഗ്നിയ. അതിഭീത്യ അലമലം, പേടിയൊക്കെ മതി, നിർത്തിക്കോളൂ, പേടി ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേണ്ട. ദിശമിതി തവവാചാമീലിതാക്ഷേഷു തേഷു, എല്ലാവരും കണ്ണടച്ചു, പശുക്കളും ഗോവന്മാരും. കുനുതപതകനോസോ കുത്രമുഞ്ചാടവീസ സപതിവൃതിരേ തേ ഹന്ത ഭാണ്ഡീരദേശേ. ഇവരുണ്ടായിരുന്നത് ഭാണ്ഡീരം എന്ന് പറഞ്ഞിട്ടുള്ള വടവൃക്ഷമുള്ള സ്ഥലത്തായിരുന്നു. ഇപ്പം അല്ല, ഇപ്പം മുഞ്ചാടവിയിലായി. തീ പിടിച്ചത് മുഞ്ചാടവിയിലാണ്. കണ്ണടച്ച് തുറന്നപ്പോഴേക്കും അവരെവിടെ എത്തിയറിയോ? ഭാണ്ഡീരദേശേ, ഭാണ്ഡീരദേശത്തിലെത്തി, അവരുണ്ടായിരുന്ന സ്ഥലത്തെത്തി. സ്വയംപ്രഭയുടെ ഗുഹയിൽ ചെന്നപ്പോൾ അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റാത്തപ്പോൾ എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറയുന്നുണ്ട് അല്ലേ. കണ്ണ് തുറന്നപ്പോഴേക്കും അവരൊക്കെ പുറത്തെത്തിയെന്ന്. ഇതെന്തിനപ്പോൾ? ഇതിൽ തന്നെ 2 പ്രാവശ്യമായി കാട്ടുതീൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരു കാര്യം, പിന്നെ മുമ്പെയോ കാളി മർദ്ദനം കഴിഞ്ഞപ്പോൾ അവിടെ കിടന്നപ്പോഴും കാട്ടുതീ. ഇതെന്തിനാ അങ്ങനെ പറയണം? അത് വേറൊന്നുമല്ല, ഒക്കെ ഓരോ ആന്തരാർത്ഥാണ്. ഈ ലോകത്തിൽ ഈ ദുഃഖം ചിലപ്പോൾ കാട്ടുതീ പോലെയാവും. കാട്ടുതീന് സമാനമായിട്ടുള്ള ദുഃഖം നമ്മളെ വേട്ടയാടും ഇല്ലേ. ആ വേട്ടയാടുമ്പോഴും ഭഗവാന്റെ സങ്കല്പം ഉണ്ടെങ്കിൽ കണ്ണടച്ച് തുറക്കണ പോലെ ഏത് പ്രശ്നവും പരിഹരിക്കാം. കാളിനിവർത്തനത്തിൻ്റെ അവിടേക്ക് തീയിനെ ഭഗവാൻ ഉള്ളിലേക്ക് ആക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ ദുഃഖവും ഭഗവാൻ ഏറ്റെടുക്കും, പിന്നെ ഭക്തന് ദുഃഖം ഉണ്ടാവില്ല. ഏത് ദുഃഖം വന്നോട്ടെ, കൃഷ്ണാന്ന് ഉറക്ക വിളിക്കേണ്ട പോലെ വിളിക്കാൻ കഴിഞ്ഞാൽ മതി, അവിടെ ഭഗവാന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുമെന്നാണ്. എങ്ങനെയെങ്കിലും തൻ്റെ ഭക്തനെ ഭഗവാൻ രക്ഷിക്കും എന്നുള്ള തത്വം ഇവിടെ കഥയിൽ കൂടെ കാണിച്ചു, അത്രയേ ഉള്ളൂ. അലമലമതിഭീത്യ സർവതോ മീലയത്വം,
ദിശമിതി തവ വാശാമീലിതാക്ഷേഷു തേഷു. എല്ലാവരും കണ്ണടച്ചപ്പോൾ എവിടെ തീയെ നിശ്ചല്യ. കൊനു ദബദഹനോസോ. എവിടെ പോയി തീയെ എന്ന് ആരും കണ്ടില്ല. കുത്ര മുഞ്ചാടവീസ. തീ പിടിച്ച മുഞ്ചാടവി എവിടെ, തീയെവിടെ, ഒക്കെ കാണാനില്ലാണ്ടായി. എവിടെ എത്തി? സപതി വേർതിരേ ദേഹന്ത ഭാണ്ഡീരദേശേ. അവർ എവിടെയാണോ ഉണ്ടായിരുന്നത് ആ ഭാണ്ഡീരദേശത്തിൽ എല്ലാവരും എത്തി. 3 ശ്ലോകം. തദനുതക സഹായേർ ദൂരമന്വിഷ്യ ശൗരേ ഗളിതസരണി മുഞ്ചാരണ്യ സഞ്ജാതഖേദം. പുല്ല് എവിടെ കിട്ടുക നോക്കി നോക്കി മേഞ്ഞ് പാവം പശുക്കൾ മുഞ്ചാടവിയിൽ എത്തി. പശുക്കളെ കാണാതെ ഭഗവാൻ തെരഞ്ഞപ്പോൾ അഗ്നി ഉണ്ടായി. പശുകുലമഭിവീക്ഷ ക്ഷിപ്രമാനേതു മാരാ ത്വയി ഗതപതിഹി സർവതോ അഗ്നിർജൃംഭേ. സർവദിക്കിലെ അഗ്നി ആളിക്കത്തി. സകലഹരിതിദീപ്തേ ഘോരഭാങ്കാര ഭീമേ ശിഖിനി വിഗതമാർഗ അർത്ഥദഗ്ധ ഇവാർത്ത. പകുതി ദയിച്ചവരെ പോലെ അവർ ദുഃഖിച്ചു കഷ്ടപ്പെട്ട് കരഞ്ഞു പലരും. ശിഖിനി വിഗതമാർഗ അർത്ഥദഗ്ധ ഇവാർത്ത. അഹഭുവനബന്ധോ പാഹി പാഹീതി സർവേ. രക്ഷിക്കണേ കൃഷ്ണ രക്ഷിക്കണേ പ്രകാരം കരഞ്ഞപ്പോൾ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണമുപഗതാസ്ത്വാം താപകർത്താരമേകം. ദുഃഖമില്ലാണ്ടാക്കുന്ന ആൾ ഭഗവാൻ മാത്രമാണ്. അപ്പം എന്ത് ചെയ്തു? അലമലമതിഭീത്യ സർവതോ മീലയത്തെല്ലാവരും കണ്ണടക്കിൻ. ദിശമിതി തവ വാശാമീലിതാക്ഷേഷു തേഷു. കണ്ണടച്ചതായ അവർ പിന്നീട് മുഞ്ചാടവിയും കണ്ടില്ല, കാട്ടുതീയും കണ്ടില്ല. കൊനു ദബദഹനോസോ കുത്ര മുഞ്ചാടവീസ സപതി വേർതിരേ തേഹന്ത ഭാണ്ഡീരദേശേ. നല്ലൊരു ശുഭദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.